ധനുഷ്, ധനുഷിനോട് എനിക്ക് അല്പം സംസാരിക്കാനുണ്ട്. എന്തു പറ്റി സർ? ഒന്ന് പുറത്തേക്ക് വരൂ. ശരി സർ. നന്ദനോട് അർച്ചന എന്നെ തല്ലിയ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഒരു മുഖവരിയോടെ നന്ദൻ എന്നോട് സംസാരിക്കേണ്ട കാര്യമില്ല. എല്ലാം കഴിഞ്ഞു. ഇന്ന് മിക്കവാറും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരും. ധനുഷ്, ദാ വരുന്നു സർ. വരുന്നത് വരട്ടെ, നേരിടാതെ പറ്റില്ലല്ലോ. എന്തു പറ്റി സർ? ഇങ്ങനൊരവസ്ഥ വരുമെന്ന് ഞാനൊരിക്കലും ചിന്തിച്ചില്ല ധനുഷ്. നന്ദനെല്ലാം അറിഞ്ഞുള്ള വരവാണല്ലോ. അർച്ചന പറഞ്ഞത് വെച്ച് നന്ദൻ സംസാരിക്കുവാണെങ്കിൽ അതെൻ്റെ പതനമാണ്. ഈ സാഹചര്യം മറികടന്നേ പറ്റൂ. സർ, അത് പിന്നെ എൻ്റെ ഭാഗത്തുനിന്ന് ഏയ്, ഞാനൊരിക്കലും ധനുഷിനെ കുറ്റപ്പെടുത്താനല്ല വിളിച്ചത്. ഇത് ആരെങ്കിലുമായിട്ട് ഷെയർ ചെയ്തില്ലെങ്കിൽ മനസ്സിലിങ്ങനെ ഒരു വിങ്ങല. സാർ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കങ്ങോട്ട് മനസ്സിലായില്ല. സോറി ധനുഷ്, ആകെ ഒരുതരം മോശം ചിന്തകളാണ് മനസ്സിൽ. ഇന്ന് അനൂപ് വന്ന് നമ്മുടെ ടെൻഡർ തള്ളപ്പെട്ടെന്ന് പറഞ്ഞത് മുതൽ എൻ്റെ മനസ്സ് ശരിയില്ല. ഇങ്ങനൊരു തിരിച്ചടി ഈ നാൾ വരെ സംഭവിച്ചിട്ടുമില്ല. ഓ, ഇതായിരുന്നോ കാര്യം? വെറുതെ ഞാനും പേടിച്ചു. എന്താ സർ ശരിക്കും സംഭവിച്ചത്? സാധാരണ നമ്മൾ ടെൻഡർ വയ്ക്കുമ്പോൾ എൻ്റെ ഭാഗത്തു നിന്നൊരു കൺസീൽ ടെൻഡർ വയ്ക്കാറുണ്ട്. ഇത്തവണത്തെ ടെൻഷനിൽ ഞാൻ വേണ്ടത്ര ശ്രദ്ധ കൊടുത്തില്ല. എൻ്റെ ഭാഗത്തു നിന്ന് സംഭവിച്ച പ്ലാനിങ്ങിൻ്റെ മിസ്റ്റേക്കാണ് എല്ലാത്തിനും കാരണം. ഈ വിവരം അച്ഛനറിഞ്ഞ എന്താകുമെന്ന് എനിക്ക് ഓർക്കാൻ പോലും വയ്യ ധനുഷ്. എല്ലിശ്ശേരി സേതുമാധവൻ നാളെ ഇതുവരെയുള്ള ബിസിനസ് ജീവിതത്തിൽ ഒരു തരത്തിലും പിന്നിലേക്ക് പോവാതെ വളർത്തിയെടുത്തൊരു സാമ്രാജ്യത്തെയാണ് ഞാൻ എൻ്റെ ഒരു തെറ്റുകൊണ്ട് ഇല്ലാതാക്കിയത്. ആ ഇമേജിനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല ധനുഷ്. നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട ആർക്കെങ്കിലും ഇതിൽ പങ്കുള്ളതായി സാറിന് തോന്നുന്നുണ്ടോ? ഇല്ല ധനുഷ്, ഇതങ്ങനെ സംഭവിച്ചതല്ല. ഏറെ പുറത്തുനിന്ന് സംഭവിച്ചതാ. നമ്മുടെ ടെൻഡർ വിവരം ആ സ്ഥലത്ത് നിന്ന് ചോർന്നതായി എനിക്ക് സംശയമുണ്ട്. സാറിനോടിപ്പോൾ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഞാനൊന്ന് നോക്കട്ടെ. ഇന്ന് രാത്രി എനിക്ക് സമയം വേണം. നാളെ സാറിന് നല്ലൊരു ന്യൂസ് ഞാൻ തരും. സാർ ഇനി കൂടുതലൊന്നും ചിന്തിച്ച് മനസ്സ് വിഷമിക്കരുത്. ഞാനിവിടെ ഉള്ളപ്പോൾ ഇതെൻ്റെ ഉത്തരവാദിത്വമാണ്. ഹാപ്പി ആയിട്ടിരിക്കണം സർ. ധനുഷിൻ്റെ വാക്കുകൾ എനിക്ക് നല്ല ആത്മവിശ്വാസം തരുന്നുണ്ട്. സാർ സമാധാനമായിട്ട് പോയി ഉറങ്ങണം സർ. ഞാനല്ലേ പറയുന്നത്. ഗുഡ് നൈറ്റ് സർ. ആ, ഗുഡ് നൈറ്റ്. നീ എവിടെയുണ്ട്? ഓക്കെ, അത്യാവശ്യമായിട്ടൊന്ന് കാണേണ്ട കാര്യമുണ്ട്. ഞാൻ ഗാർഡനിലുണ്ടാവും. ഓക്കെ.
എന്താ എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ? അത്യാവശ്യമുള്ളത് കൊണ്ട്. ദേ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ വീട്ടിൽ വെച്ചുള്ള നമ്മുടെ കൂടിക്കാഴ്ച അപകടമാണെന്ന്. ആരെങ്കിലും നമ്മളിങ്ങനെ നിൽക്കുന്നത് കണ്ടാ അത് വലിയ പ്രശ്നമാവും. നിനക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ വച്ച് താമസിപ്പിക്കാതെ നിന്നോട് നേരിട്ട് പറയാനല്ലേ ഞാൻ ഈ റിസ്ക് എടുക്കുന്നത്. സന്തോഷം തരുന്നാണെങ്കിലും സങ്കടം തരുന്നാണെങ്കിലും നീ വേഗം ഒന്ന് പറ. നെല്ലിശ്ശേരി അസോസിയേറ്റ്സിന്റെ ടെൻഡർ ധനുഷ് അങ്ങ് തൂക്കി. മനസ്സിലായില്ല. സാധാരണ നമ്മൾ ടെൻഡർ വയ്ക്കുമ്പോൾ എൻ്റെ ഭാഗത്ത് നിന്നൊരു കൺസീൽ ടെൻഡർ വയ്ക്കാറുണ്ട്. ഇത്തവണത്തെ ടെൻഷനിൽ ഞാൻ വേണ്ടത്ര ശ്രദ്ധ കൊടുത്തില്ല. നെല്ലിശ്ശേരി സേതുമാധവൻ നാളിതുവരെയുള്ള ബിസിനസ് ജീവിതത്തിൽ ഒരു തരത്തിലും പിന്നിലേക്ക് പോവാതെ വളർത്തിയെടുത്തൊരു സാമ്രാജ്യത്തെയാണ് ഞാൻ എൻ്റെ ഒരു തെറ്റുകൊണ്ട് ഇല്ലാതാക്കിയത്. ഈ വിവരം അച്ഛനറിഞ്ഞ എന്താകുമെന്ന് എനിക്ക് ഓർക്കാൻ പോലും വയ്യ ധനുഷ്. ഇതിന്റെ പിന്നിലെ ഞാനെന്ന സൂത്രധാരനെ കണ്ടുപിടിക്കാൻ നെല്ലിശ്ശേരിക്കാര് അവരുടെ സർവ്വസന്നാഹങ്ങൾ ഉപയോഗിച്ചാലും കിട്ടില്ല. ഞാൻ എങ്ങനെ തുടങ്ങണം, ഒരു ബോംബ് പൊട്ടിക്കാമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാ ഇങ്ങനൊരു പരിപാടി ഒത്തുകിട്ടിയത്. നീ പോയി നോക്ക്, നിന്റെ ഡമ്മി ഭർത്താവും അവന്റെ തന്തയും അനിയന്മാരിൽ നിന്ന് ഉരുകുന്നത് കാണാം. ഇവിടുത്തെ സർവനാശത്തിന്റെ തുടക്കം ഞാനിന്ന് ഉദ്ഘാടനം ചെയ്തു. ഒപ്പം നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ പടിയും. ഞാൻ നിന്നോട് എന്താ കുറച്ചു മുമ്പ് പറഞ്ഞത്? കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നമ്മുടെ പുറകെ അവൾ എപ്പോഴും കാണും. എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ അവൾ എന്നെ വെച്ചേക്കില്ല. പോണം, ഇവിടുന്ന് പോണം എത്രയും പെട്ടെന്ന്. പോകാം. അതിനുള്ള പണിയല്ലേ ഞാൻ ചെയ്തു തുടങ്ങിയത്. അത് പാതി വഴിയിലിട്ടിട്ട് എങ്ങനെ പോവും? നമ്മുടെ കുഞ്ഞിനെ കൊന്നവരുടെ പതനം മാത്രമല്ല എൻ്റെ ലക്ഷ്യത്തിലുള്ളത്. ഇനിയുള്ള കാലം നീയും ഞാനും ഇവരുടെ സ്വത്തുകൊണ്ട് വലിയൊരു സാമ്രാജ്യം ഉണ്ടാക്കി ജീവിക്കുന്ന ലക്ഷ്യം എനിക്കുണ്ട്. അതിനി അധിക താമസമൊന്നുമില്ല. ഈ ടെൻഡർ ഞാൻ പിടിച്ചതേ എൻ്റെ ബിനാമി ഇറക്കിയ. ഇത് മറ്റൊരു കമ്പനിക്ക് മറിച്ചാൽ പോലും കിട്ടുന്നതേ കോടികളാ. കോൺട്രാക്ട് തീരുന്നവരെയുള്ള പ്രോഫിറ്റ് വേറെയും. പക്ഷേ കളം ഞാനൊന്ന് മാറ്റി ചവിട്ടുക. അത് നിനക്ക് നാളെ മനസ്സിലാവും. നമ്മൾ ഒരുമിച്ച് ഇവിടം വിട്ട് പോകുന്നത് മാത്രം സ്വപ്നം കണ്ട് നീ ഇന്ന് മുതൽ ഉറങ്ങിക്കോ. ഒട്ടും വൈകില്ല, ഞാൻ വൈകിപ്പിക്കില്ല.
എനിക്ക് നിന്നിൽ പ്രതീക്ഷകൾ ഏറെയാണ് ധനുഷ്. നമ്മൾ സ്വപ്നം കണ്ടതെല്ലാം സാധിക്കാൻ പോകുന്നു എന്റെ മനസ്സ് പറയുന്നു. അങ്ങനെ കാര്യങ്ങൾ നല്ല പോസിറ്റീവായിട്ട് ചിന്തിക്ക്. പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങ്. നാളെ മുതൽ ഇവിടെ നടക്കാൻ പോകുന്നത് വേറെ കാര്യങ്ങളാ. ചെല്ല്. ഗുഡ് നൈറ്റ്. ഉം. ഈ വീട്ടിൽ നിൽക്കണമെന്ന് ആദ്യം ആഗ്രഹിച്ചു. പക്ഷേ അതിലും ത്രില്ലാണ് ഇവരെ എങ്ങനെയിട്ട് കുരങ്ങ് കളിപ്പിക്കുന്നത്. എത്രേ? 100. എത്ര? 100. ദാ. ആതിരെ കണ്ടപ്പോ ഞാൻ ഓർത്തതേ ഉള്ളൂ, വാല് പുറകെ കാണാനില്ലല്ലോന്ന്. നീ ഇങ്ങനെ അവളുടെ പുറകെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാതെ നിനക്ക് മര്യാദയ്ക്ക് അവിടെങ്ങാൻ അടങ്ങി ഒതുങ്ങി ഇരുന്നാ പോരായിരുന്നോ? ആതിരെ നോക്കാൻ ഞങ്ങള് 3 പേരിവിടെ ഉണ്ടല്ലോ. അതുകൊണ്ടാ ഞാൻ വരേണ്ടി വന്നത്. അവന്തിക നല്ലോണം ആതിരെ നോക്കുമെന്ന് എനിക്കറിയാം. കുഞ്ഞിനെ നശിപ്പിക്കുമെന്നും പറഞ്ഞ് കച്ചകെട്ടി നടക്കുമല്ലേ. അപ്പൊ അത് തടയാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. അതിനാണെങ്കിൽ നീ മെനക്കെടണമെന്നില്ല. നീയെന്നല്ല, വൃന്ദാവനത്തിൽ നിന്ന് എല്ലാരും വന്നിവിടെ തമ്പടിച്ചാലും നടക്കേണ്ട കാര്യങ്ങൾ അതാത് സമയത്ത് തന്നെ നടക്കും. അതുകൊണ്ട് ഉള്ള സമയം നീ നിന്റെ പെങ്കൊച്ചിനെ നോക്കി അവിടെ വീട്ടിൽ ഇരുന്നാ പോരെ. അതെങ്ങനെയാ അവന്തികെ? ഇവിടെ ഇത്രയും സംഭവങ്ങളും നടക്കുമ്പോ ഞാൻ അവിടെ എങ്ങനെ സമാധാനത്തോടെ ഇരിക്കും? പിന്നെ അർച്ചന ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ വരേണ്ട കാര്യമൊന്നുമില്ല. എങ്കിലും അർച്ചനയ്ക്കൊരു സഹായം. കാര്യം അവള് ധൈര്യശാലിയൊക്കെ ആണെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും കേൾക്കുമ്പോ ചിലപ്പോ ചെറിയ വിഷമൊക്കെ വരും. അങ്ങനെ തകർന്നു നിൽക്കുമ്പോ കുറച്ച് ധൈര്യം കൊടുത്താ അവള് പിടിച്ചങ്ങ് കേറിക്കോളും. നീ അർച്ചനെ മോട്ടിവേറ്റ് ചെയ്ത് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് നോക്ക്. ആതിര പ്രസവിക്കില്ലെന്ന് പറഞ്ഞതും അത് നശിപ്പിക്കും പറഞ്ഞതും ഞാനാ. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടത്തിയെടുക്കാനും എനിക്കറിയാം. ഇനി ഞാനൊരു സത്യം പറയട്ടെ, നിന്നെ കൊണ്ട് അതൊന്നും നടക്കാൻ പോകുന്നില്ല. അങ്ങനെ നടത്തിയെടുക്കാൻ അറിയായിരുന്നെങ്കിലേ എന്നെ അതൊക്കെ ആകായിരുന്നു. 7 മാസം കൊണ്ട് ശ്രമിക്കുമല്ലേ നീ. ഇത്രയും നാള് നടക്കാത്തത് ഇനിയൊട്ട് നടക്കാനും പോകുന്നില്ല. അവന്തിക എന്താലോചിക്കുന്നോ അത് അവന്തികയ്ക്ക് തന്നെ തിരിച്ചു കിട്ടും. അവന്തികയുടെ അബോഷന്റെ കാര്യം ഉൾപ്പെടെ തന്നെയാ ഞാൻ ഈ സംസാരിക്കുന്നത്. ഈശ്വരൻ തന്നതിനെ സൂക്ഷിക്കാൻ പറ്റിയില്ല, എന്നിട്ടാ മറ്റുള്ളവരുടെ അത് കലക്കാൻ നടക്കുന്നത്. വിശന്നിട്ടാണോ അവിടുന്ന് ധൃതി പിടിച്ച് ഇങ്ങോട്ട് വന്നത്? ദേ, എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ആ ഓട്ടോയ്ക്ക് കൊടുത്ത പൈസ ലാഭിക്കായിരുന്നു. ഇവളെന്താ സന്ദീപെ വന്നിട്ട് പറഞ്ഞത്? എന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ലെന്ന്. ആഹാ, എന്നാ പിന്നെ നിനക്ക് ഇവിടെ നിന്നാ പോരായിരുന്നോ? ദേ, ഇന്നലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ നിന്റെ മുഖത്ത് എന്താ ഒരു മാറ്റം. എന്താടി നിനക്ക് പറ്റിയത്? എനിക്കൊന്നും പറ്റിയില്ല. പറ്റാതിരിക്കാനാ ഞാനിങ്ങി തിരിച്ചു വന്നത്.
ഭാര്യമാരടുത്തുനിന്ന് മാറിയാലേ ചില ഭർത്താക്കന്മാർക്ക് വലിയ കുഴപ്പോ. എല്ലാവരും അനൂപേട്ടനെ പോലെ അല്ലല്ലോ. സന്ദീപേ, ഇവക്ക് എന്താ പറ്റിയേ? ആ തമ്പുരാൻ അറിയാം. അർച്ചനെ, എനിക്കറിയാം നീ എന്താ ആലോചിച്ചിരിക്കുന്നേന്ന്. അവന്തിക ഇവിടുന്ന് എങ്ങനെ ഇറക്കി വിടാന്നല്ലേ? ഞാനും അതേക്കുറിച്ച് ആലോചിച്ചായിരുന്നു. പക്ഷെ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. നിന്റെ സംശയം പോലെ തന്നെ അവന്തികയും അവനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ തന്നെ നമുക്കത് ഇവിടെ ആരുടെയെങ്കിലും മുഖത്ത് നോക്കി പറയാൻ പറ്റുമോ? പറഞ്ഞാൽ തന്നെ അവന്തിക അത് സമ്മതിക്കൂ. അവസാനം അവളെല്ലാം കൂടി നമ്മുടെ തലയിൽ കൊണ്ടുവയ്ക്കും. നമ്മൾ മോശക്കാരാവുകയും ചെയ്യും. അത് മാത്രല്ല എടുത്തി, സ്നേഹയുടെ കാര്യവും കണക്കാം. അവൻ എന്തൊക്കെയോ പറഞ്ഞ് മയക്കിയിരിക്കുക പെണ്ണിന്. അവളോട് എത്ര പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഈ പ്രായമല്ലേ, ചില ചിട്ടിക്കളികളൊക്കെ കാണും. അവ ശരിയല്ലെന്ന് അവക്ക് തോന്നുമ്പോ അവളായിട്ട് തന്നെ അവനെ ഒഴിവാക്കുകയും ചെയ്യും. ഇതങ്ങനെയല്ല. പിന്നെ ബെഡ്റൂം വരെ വളർന്നൊരു ബന്ധത്തെ നമ്മൾ ഇനി എന്തു പറഞ്ഞു മാറ്റാനാ? ദൈവമേ, ഈ പെണ്ണിതെന്തോന്നാ? അവൻ വന്ന് 2 പഞ്ചാര വർത്താനം പറഞ്ഞപ്പോ അവൾ അങ്ങ് മയങ്ങി വീണോ? എനിക്ക് തോന്നുന്നത് ഇവൻ ഏതോ വിവാഹ തട്ടിപ്പ് വീരനാണെന്നാ. അതാ ഇങ്ങനെ എല്ലാ പെമ്പിള്ളേരുടെ അടുത്ത് നമ്പരുമായിട്ട് നടക്കുന്നത്. അല്ലെങ്കിൽ തന്നെ അവന് പറഞ്ഞിട്ട് എന്താ കാര്യം? അവൻ എന്തെങ്കിലും പറയുമ്പോ അതിൽ വീഴാൻ നടക്കുന്ന ഇവിടുത്തെ പെണ്ണിനെ പറഞ്ഞാ പോരെ? ദേ, ഞാൻ നിന്നോടൊരു കാര്യം പറയും. ഒരു പരിധിക്കപ്പുറം നീ ആരെ ഉപദേശിക്കാൻ പോകണ്ട. അവസാനം നീ ശത്രു ആവത്തേ ഉള്ളൂ. ഈ പ്രേമത്തിന്റെ പ്രത്യേകത അതാ. അവൻ പറയുന്നതല്ലാതെ മറ്റാര് പറയുന്നതും ഇപ്പൊ അവളുടെ തലയിൽ കേറത്തേയില്ല. എന്തിനാ വെറുതെ ഉപദേശിച്ച് വെറുപ്പ് വാങ്ങിക്കൂട്ടുന്നു? അവളെ അങ്ങനെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ എടുത്തി? ഇവിടെ വന്നപ്പോ മുതല് എന്റെ കയ്യെ തൂങ്ങി നടന്ന പെണ്ണ അവള്. ആതിരെ പോലെ തന്നെ അവളെ കൊണ്ടു നടന്നതാ ഞാൻ. നാളെ ഒരു സമയം അവള് കരയുന്നത് കാണാൻ എനിക്ക് പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്. നീ സച്ചിയോടെല്ലാം തുറന്നു പറയുന്നതാ നല്ലത്. നിന്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും നീ സച്ചിയോട് പറ. അവന്തികയുടെ കാര്യം ഉൾപ്പെടെ പകുതിയെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമല്ലോ. രണ്ടിനെ മുറി വെച്ച് കണ്ടപ്പോ തന്നെ ആൾക്കാരെല്ലാം വിളിച്ചുകൂട്ടി അവനെ പുറത്താക്കേണ്ടതായിരുന്നു. അത് നീ ചെയ്തില്ല. ഇനി ഞാൻ പറഞ്ഞതേ ഉള്ളൂ വഴി. ഞാൻ ഓടിച്ചെന്നത് പറഞ്ഞോ നന്ദേണ്ണത് വിശ്വസിക്കില്ല. മുൻപ് ഞാനൊരു സംശയം പറഞ്ഞതുകൊണ്ട് അത് മനസ്സിൽ വെച്ച് പറയുന്നു എന്നേ കരുതൂ. മാത്രമല്ല അവന്റെ അടുത്തിയുടെ കാര്യം